ആദ്യമായിട്ട് വാഴക്കുളത്തുള്ള ഈ ഓഡിറ്റോറിയത്തിലേക്ക് വാഴക്കുളംകാരായിട്ടുള്ള നിങ്ങൾ ക്ഷണിച്ച് എന്നെ ആദരിച്ചതിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്നോട് അനുഭാവം പ്രകടിപ്പിക്കാനൊക്കെ നിങ്ങൾ താമസിച്ചു പോയി എന്നൊക്കെയുള്ള ഒരു വിഷമത്തിനും അടിസ്ഥാനമില്ല. അങ്ങനൊരു വിഷമം ആവശ്യമേ ഇല്ല എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. കാരണം എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ധാരാളം ആളുകൾ നിങ്ങളുടെയൊക്കെ പ്രതിനിധിയായിട്ട് എന്നെ കാണാൻ വരികയും അനുഭവം അറിയിക്കുകയും മാനസികമായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുകയും അതോടൊപ്പം സാമ്പത്തിക സഹായമൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നത്. മുഖ്യ പ്രഭാഷകനായ സി രവിചന്ദ്രൻ മാഷ് അക്കാലത്ത് തന്നെ വന്ന് കണ്ട ആളാണ്. വേണ്ട അനുഭവവും അതുപോലെ തന്നെ എല്ലാവിധ സഹായ സഹകരണവും വാഗ്ദാനം ചെയ്ത് അതേപടി നടപ്പിൽ വരുത്തിയ ആളാണ്. അതുപോലെ തന്നെ വാഴക്കുളംകാർ അല്ലെങ്കിൽ തൊടുപുഴക്കാർ, ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകളൊക്കെ പലരും എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അവരൊക്കെ നിങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ അവരെയൊക്കെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ ദുരിത നാളുകളിൽ എന്നെ കാണാൻ വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പൊതുവായ ഒരു സദസ്സിൽ വെച്ച് എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ എന്നോടൊപ്പം ആണ് എന്ന് ഉറച്ച് പ്രഖ്യാപിക്കുകയോ ചെയ്തില്ല എന്ന് വിചാരിച്ച് അതിൽ കുഴപ്പമൊന്നുമില്ല. ഏതായാലും നിങ്ങളെല്ലാം എന്നോടൊപ്പം ഉണ്ടായിരുന്നു, നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരുമായിട്ട് വന്ന് എന്നെ കണ്ടില്ല എങ്കിലും പിന്തുണ അറിയിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അയൽക്കാരോ സുഹൃത്തുക്കളോ ഒക്കെ എൻ്റെ അടുക്കൽ വരുന്നുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ എൻ്റെ വീട്ടിൽ വന്ന ആളുകൾ എന്നെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി വന്നിരുന്നുവെങ്കിൽ എൻ്റെ കാര്യം കൂടുതൽ ബുദ്ധിമുട്ടായി പോയേനെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എനിക്ക് നൽകിയ ഈ ആദരവ്, ഈ സ്നേഹം, അത് ഞാൻ വളരെ വിലമതിക്കുന്നുണ്ട്. കാരണം അത് എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന്, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സ്നേഹാദരവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത്രയും പേരെ ഒരുമിച്ച് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് ചെയ്തത്. 2022 സാഹിത്യ അക്കാദമിയുടെ ആത്മകഥയ്ക്കുള്ള അവാർഡ് എനിക്ക് കിട്ടിയതിന് ശേഷം, അവാർഡ് കിട്ടുന്ന സമയത്ത് ഞാൻ അയർലൻഡിലായിരുന്നു, മോളോടൊപ്പമായിരുന്നു. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ വെച്ച് എനിക്ക് അവരൊരു ആദരവ് നൽകി. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഓഡിറ്റോറിയമൊക്കെ വളരെ വലിയ ഓഡിറ്റോറിയമാണ്, ഇതിലും വലിയ ഓഡിറ്റോറിയമാണ്. പക്ഷേ അവിടെ ഞങ്ങളിങ്ങനെ 8-10 പേര് ചുറ്റുമിരുന്ന് സംസാരിക്കാനുള്ള ആളുകളെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും മുഖാമുഖം കാണാൻ വേണ്ടിയിട്ട് കസേരകളൊക്കെ വട്ടത്തിലിട്ടിട്ട് അങ്ങനെ ഇരുന്നാണ് ആ പരിപാടി അന്ന് നടന്നു പോയത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇത്രയും ആളുകളെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുള്ളത്, ഇവിടെ കൂടിയിരിക്കുന്നത് പലരും പ്രായം എന്നെ പോലെയൊക്കെ ആയവരാണ്, കൊച്ചുമക്കളുമായിട്ട് സഹവസിക്കുന്നവരാണ്, ചിലർ കുട്ടികളെ വളർത്തുന്ന ചെറുപ്പക്കാരുമുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പിള്ളേരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടരുത്. ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ ഓരോ കുട്ടികളും വളരുന്നത് ആ സമൂഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചിട്ട് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ മനുഷ്യരെ എല്ലാം വാർത്തെടുക്കുന്നത്, ഓരോ സമുദായവും അവരുടെ അംഗങ്ങളെ വാർത്തെടുക്കുന്നത്, അവരുടെ മക്കളെ വാർത്തെടുക്കുന്നത് ആ സമൂഹം തന്നെയാണ്. സമൂഹത്തിന് അനുസരണമായിട്ട് ഈ കുട്ടികളെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് സ്വയമായിട്ട് വളരാനുള്ളൊരു അവസരം ഇല്ല പോലും. ഇപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിലുള്ളവരാണെങ്കിൽ ആ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളും ജീവിതചര്യകളും ഒക്കെ അതേപടി തന്നെ അങ്ങ് ആ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് എല്ലാ മതക്കാരും ചെയ്യുന്നത്. അപ്പം കുട്ടികളെ സമൂഹം വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ സമൂഹത്തെ ഒരു വ്യക്തിക്ക് അങ്ങനെ മാറ്റാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാധ്യമല്ലാത്ത രീതിയിൽ ഈ സമൂഹത്തിൻ്റെ ഈ കരാളഹസ്തങ്ങൾ ഈ പുതിയ തലമുറ എങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളിങ്ങനെ അടിമത്തം പേറുന്ന ഒരു മനസ്സുമായിട്ട് 2000 കൊല്ലം മുമ്പുള്ള 1400 കൊല്ലം മുമ്പുള്ള
3000 കൊല്ലം മുമ്പുള്ള വിശ്വാസ സംഹിതകളുമായിട്ട് ജീവിച്ചു പോരുന്നത്. അതിൽ നിന്ന് മാറാൻ നമ്മുടെ പൂർവികർ സമ്മതിക്കുന്നില്ല. നമ്മളെ കുട്ടികളെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ വളർത്താൻ സമ്മതിക്കുന്നില്ല. അവരുടെ ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ സാധാരണ മനുഷ്യ കുഞ്ഞുങ്ങൾക്കൊക്കെ ബുദ്ധി ഉറച്ച് അവർക്ക് അല്പമെങ്കിലും ഒന്ന് സ്വന്തം നിലയിൽ നിൽക്കാറാകണമെന്ന് 10-12 വയസ്സൊക്കെ ആവും. അതിനു മുമ്പ് തന്നെ ഈ പറയുന്ന സമൂഹത്തിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അടിമത്ത മനോഭാവവും എല്ലാം അങ്ങ് അടിച്ചേൽപ്പിച്ചിട്ട് അടിമകളായിട്ട് അങ്ങനെ തുടർന്നു പോരുകയാണ്. നമ്മളൊക്കെ അങ്ങനെയാണ് നമ്മുടെ സമുദായത്തിൻ്റെ അംഗങ്ങളായിട്ട് അടിമകളായിട്ട് ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ശാസ്ത്രം ഇത്രമാത്രം വളർന്നിട്ടും ഒരു 20 വർഷം മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് എത്രമാത്രം നമ്മുടെ ശാസ്ത്രലോകം പുരോഗമിച്ചിരിക്കുന്നു. ശാസ്ത്രീയമായ അറിവ് നമുക്ക് എത്രമാത്രം വളർന്നിരിക്കുന്നു. ഞാൻ നിർമ്മല കോളേജിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന 1990 കാലത്ത് അന്ന് മന്ത്രിയായിരുന്ന പി ജെ ജോസഫൊക്കെ കോളേജിൽ വന്നിട്ട് IT-യെക്കുറിച്ച് ഒക്കെ സെമിനാർ നടത്തിയിട്ടുണ്ട്, പ്രസംഗം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ നാട്ടിൽ ലോകത്ത് ഈ പറയുന്ന വിജ്ഞാനം മുഴുവനും നമ്മുടെ വിരൽത്തുമ്പിൽ വരും. നമുക്കിങ്ങനെ ലൈബ്രറികളിലെയോ അങ്ങനെയൊന്നും ആശ്രയിക്കേണ്ട കാര്യം വരില്ല. നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ ഈ ലോകത്തുണ്ടാവുന്ന ഉണ്ടായിട്ടുള്ള സകല വിജ്ഞാനങ്ങളെയും ആനയിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ അദ്ദേഹം അവിടെ പ്രസംഗിച്ചപ്പോൾ ഇതൊക്കെ എന്ന് നടക്കാനാണെന്നാണ് ഞാൻ പോലും വിചാരിച്ചു പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതൊക്കെ ഈ 20 വർഷം കൊണ്ട് സാധിച്ചു. 2014 ഉള്ളതുപോലെ അല്ല ഈ 2024 വന്നപ്പോൾ നമ്മുടെ ശാസ്ത്രലോകം നമ്മൾ ഒത്തിരി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നേറുകയും സാങ്കേതികമായിട്ടുള്ള നമ്മുടെ സകലവിധ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ആ സാങ്കേതികമായിട്ടുള്ള മികവുകളെല്ലാം നേട്ടങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും മാനസികമായിട്ട് 1500 കൊല്ലം മുമ്പ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആ അടിമ ചങ്ങലയിൽ ബന്ധിതരാണ് നാം ഇപ്പോഴും. നമ്മളങ്ങനെ ആകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ആ ചങ്ങലകളിൽ തളച്ചിടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ തളച്ചിടപ്പെട്ട നമുക്കതിൽ നിന്ന് പെട്ടെന്നൊന്നും മോചനം പ്രാപിക്കുക സാധ്യമല്ല. ഞാൻ തന്നെ ഇതിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ചിട്ട് ഈ മതവിശ്വാസത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ചിട്ട് 3-4 വർഷമേ ആയുള്ളൂ. മതവിശ്വാസം കുറേ മുമ്പ് തന്നെ അങ്ങ് പോയാലും ഈശ്വരവിശ്വാസത്തിൽ നിന്ന് തന്നെ ഒരു മോചിതനായിട്ട് 2020 ശേഷമാണ്. ഇദ്ദേഹമൊക്കെ ഈ രവിചന്ദ്രൻ മാഷൊക്കെ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ ദൈവവിശ്വാസിയായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഇടപാട് നിർത്തി. പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ഫലിക്കും. നമ്മളുടെ ഉദ്ദേശിക്കുന്ന കാര്യം അത് പ്രാർത്ഥിച്ചാലും നടക്കും, പ്രാർത്ഥിച്ചില്ലെങ്കിലും നടക്കും. അത് വരാനുള്ളത് സംഭവിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് പ്രാർത്ഥന എന്നുള്ള ഒരു പാഴ്വേല ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞു. എൻ്റെ വണ്ടിയിലൊക്കെ മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്തു കളഞ്ഞു. അപ്പോൾ ആ പ്രാർത്ഥനയിൽ നിന്ന് മാറി. അതായത് ചെറുപ്പത്തിൽ തന്നെ നമുക്കുണ്ടായ ഒരു ബലക്ഷയം, അതായത് ഈ നമ്മളുടെ ദൈവത്തിന് മുമ്പാകെ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന ഒരു ഭയത്തിൻ്റേതായിട്ടുള്ള ഒരു മനോരോഗം നമ്മളെ ഈ വിശ്വാസ സംഹിത നമുക്ക് സമ്മാനിച്ചതാണ്. ആ ബലക്ഷയത്തിൽ നിന്ന്, ആ മനോരോഗം ഉള്ളതുകൊണ്ടാണ് നമുക്ക് സന്നിഗ്ധമായിട്ടുള്ള സമയം വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടി വരുന്നത്, നമുക്ക് തൻ്റെ ഇടമില്ലാതെ പോകുന്നത്. കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനെ കെടുത്തിക്കളഞ്ഞ നമ്മുടെ ആ തൻ്റെ ഇടം നമുക്ക് വീണ്ടെടുക്കാൻ വളരെ പ്രയാസമാണ്. അതൊരു രോഗം പോലെ നമ്മളെ വിടാതെ പിന്തുടരും. അപ്പോൾ അതിനുള്ള മറുമരുന്നാണ് നമ്മൾ ഈ നിന്ന് മോചിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ ഒന്നും അങ്ങോട്ട് ഓതി കൊടുക്കാതിരുന്നാൽ മതി. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ വളർന്നോട്ടെ എന്ന് വിചാരിച്ചാൽ മാത്രം മതി. അല്ലാതെ എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പാകെ പോയി കൈകൂപ്പി നിന്ന് ഈശ്വര രക്ഷിക്കണേ കാത്തുകൊള്ളണേ എന്ന് അങ്ങനെയുള്ള ഒരു അടിമ മനോഭാവം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ മതി. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, ഭാവിയെ നിയന്ത്രിക്കുന്നത് ഈ ദൈവങ്ങളൊക്കെ ആണെന്നൊക്കെയുള്ള അബദ്ധവിശ്വാസം അങ്ങോട്ട് ചെലുത്തി കൊടുക്കാതിരുന്നാൽ മതി. അവർ സ്കൂളുകളിൽ ശാസ്ത്രം പഠിക്കും, വീടുകളിലൊക്കെ വന്നിട്ട് ഈ പറയുന്ന അന്ധവിശ്വാസം പഠിക്കും. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിലൊക്കെ ശാസ്ത്രം പഠിക്കുന്നതിന് മുമ്പ് തന്നെ
മനസ്സിലേക്ക് ഈ പറയുന്ന അടിമത്ത മനോഭാവം കുത്തിവെച്ചിരിക്കുകയാണ്. പേടിയും അതുപോലെ തന്നെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്യാഗ്രഹമൊക്കെ അങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ അങ്ങ് നമ്മളങ്ങ് മുലപ്പാലിനോടൊപ്പം അങ്ങ് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം കോളേജുകളിലോ സ്കൂളുകളിലോ എന്ത് പഠിപ്പിച്ചാലും അവർ ശാസ്ത്രം പഠിക്കും, പരീക്ഷ എഴുതും. പക്ഷേ അവർ മാനസികമായിട്ട് തികച്ചും അന്ധവിശ്വാസിയായിട്ട് അല്പം പോലും ശാസ്ത്രാവബോധമില്ലാത്ത ആളുകളായിട്ട് ഈ നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചു വരുന്ന ആ ജീവിതം തന്നെ നയിച്ചുകൊണ്ട് തുടരും. ഇങ്ങനെ പോയാൽ ലോകം അവസാനിക്കുന്നതിന് വരെ ഇങ്ങനെ പോകുള്ളൂ. മനുഷ്യൻ എത്രമാത്രം ശാസ്ത്രീയമായിട്ട് പുരോഗമിച്ചാലും അവൻ പ്രപഞ്ചത്തിൻ്റെ അന്തസത്തയൊക്കെ എത്രമാത്രം കണ്ടെത്തിയാലും അവൻ്റെ മനസ്സിലൊരിക്കലും വെളിച്ചം വീശില്ല. നമ്മുടെ കുട്ടികളെ നമ്മളെ പോലെ വളർത്താൻ, നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ആചാരത്തിലും വളർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാൽ ഒരു മാറ്റവും വരില്ല. അപ്പോൾ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു ഗോളമാണ് ഭൂമിയെന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ട് 500 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിനൊക്കെ എത്രയോ മുമ്പ് ഭൂമി പരന്നതാണ്, സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന ആ ഒരു ഗോളമാണ് എന്നൊക്കെ മനുഷ്യൻ വിചാരിച്ചിരുന്ന കാലത്ത്, അതിലും മുമ്പ് രചിക്കപ്പെട്ട കൃതികളുടെ അടിസ്ഥാനത്തിൽ, ആളുകൾ സ്വരൂപിച്ചെടുത്ത ഭാവനയുടെ അടിസ്ഥാനത്തിൽ അബദ്ധവിശ്വാസങ്ങളും പേറി നമ്മൾ ഇപ്പോഴും ജീവിച്ചു വരികയാണ്. ശരിക്കും ഇതൊരു ശാസ്ത്രയുഗമാണ്. ശാസ്ത്രാവബോധം പൂണ്ട നല്ല ഒരു മനുഷ്യധർമ്മത്തിലേക്ക് മനുഷ്യർ വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ശരിക്കും ആധുനിക യുഗം, ആധുനിക പൗരൻ, നമ്മളൊന്നും പൗരന്മാരായിട്ടില്ല. ഇപ്പോഴും രാജാക്കന്മാരുടെ അല്ലെങ്കിൽ മത നേതാക്കന്മാരുടെ അടിമകളായിട്ട് വർത്തിക്കുന്ന വെറും പ്രജകൾ മാത്രമാണ്. ഇപ്പോൾ നല്ല പൗരന്മാരായിട്ട് ആധുനിക ബോധമുള്ള, ശാസ്ത്രാവബോധമുള്ള, ആധുനികമായിട്ടുള്ള മാനവികതയുള്ള, ലോകത്ത് മുഴുവനും ഉള്ള മനുഷ്യർ നമ്മുടെ വർഗത്തിൽപ്പെട്ടവരാണ്. നമ്മളെല്ലാം ഒരു ജാതിയാണ്. നമ്മൾ പരസ്പരം 2 കാര്യങ്ങൾ ചെയ്താൽ മതി. 1, മറ്റു മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കുക. 2, പറ്റുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തുള്ളൊരു സനാതന മൂല്യങ്ങളും ഇല്ല. ഈ 2 നിസ്സാര സംഗതിയേ ഉള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള ഏത് മഹത്വങ്ങളുടെ അടിസ്ഥാനം അത് മാത്രമാണ്. നമുക്ക് ജീവിക്കണം. നമ്മളോടൊപ്പം ജീവിക്കുന്ന മറ്റു മനുഷ്യരെ പരമാവധി ഉപദ്രവിക്കാതിരിക്കുക. എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ആ ഒരു തത്വത്തിൽ ലോകത്തെ മുഴുവനും ഒന്നായി കണ്ട്, മനുഷ്യരെ മുഴുവനും ഒന്നായി കണ്ട്, ലോകം മുഴുവനും ഒരു വീടായിട്ട് കണ്ട്, അവിടെയുള്ള മനുഷ്യരെല്ലാം നമ്മെപ്പോലെയുള്ളവരാണെന്ന് കണ്ട്, അങ്ങനെയുള്ള ഒരു ആധുനിക സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാം ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങൾ ശ്രമിക്കേണ്ടത്, നമുക്ക് ഒഴിഞ്ഞു മാറി പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കൊച്ചുമക്കളെ, പുതിയ തലമുറയെ അതിലേക്ക് വലിച്ചടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവരുടെ ചെവിയിൽ, അവരുടെ ബുദ്ധിയിൽ, മനസ്സിൽ ഈ ഭയത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും വിത്ത് വിതച്ച് മതത്തിൻ്റെ അടിമകളാക്കി മാറ്റാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ ആദരിച്ച നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ സ്നേഹം ഞാൻ പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.